അന്നൂസ് കിച്ചൺ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ക്ഷേത്ര ദർശനത്തിന്റെ വീഡിയോ ആയിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, നാട്ടിൽ പോയ കുറച്ച് ക്ഷേത്രങ്ങളിൽ ഞാൻ എന്തായാലും പോകും. അങ്ങനെ പോകുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഏതാ ക്ഷേത്രം എന്ന് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഏതാ ക്ഷേത്രം എന്ന്? അതെ, പെർളശ്ശേരി അമ്പലത്തിൽ തന്നെ ഞാൻ വന്നിട്ടുള്ളത്. ഇവിടുത്തെ പ്രധാന ആകർഷണം എന്താണെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാലോ. ഇവിടുത്തെ അമ്പലക്കുളം തന്നെയാണ്. ആദ്യം തന്നെ നമുക്ക് അമ്പലക്കുളത്ത് പോയിട്ട് ഒന്ന് കാല് കഴുകിയിട്ട് വരാം. അതിന്റെ ഒരു ഭംഗിയും കൂടി അപ്പൊ ആസ്വദിക്കാലോ. അയനി വയൽ കുളം എന്നാണ് ഈ കുളത്തിന് അറിയപ്പെടുന്നത്. നമ്മൾ ഈ കുളത്തിലാണ് കേട്ടോ ഉത്സവത്തിന്റെ അവസാന ദിവസം ഭഗവാന്റെ ആറാട്ട് നടക്കുന്നത്. തുലാമാസത്തിൽ നടക്കുന്ന തുലാസംക്രമം വളരെ വിശേഷപ്പെട്ടതാണ് കേട്ടോ. ഈ തുലാസംക്രമത്തിന് കാവേരി സംക്രമം എന്നും പറയപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, അന്നത്തെ ദിവസം കാവേരി നദിയാണ് ഈ കുളത്തിൽ കാണപ്പെടുന്നതെന്നാണ് കേട്ടോ പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് പെർളശ്ശേരി അമ്പലത്തിൽ പോവാന്ന് പറയുമ്പോൾ തന്നെ അവിടെ അമ്പലക്കുളത്തിൽ പോകുന്നതാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു അമ്പലക്കുളം. അവിടെ പോയിട്ട് കാല് കഴുകാനും മീനുകളെ കാണാനും ഒക്കെ. നമ്മൾ വെറുതെ കാല് വെച്ച് കൊടുത്താൽ മതി, നല്ലൊരു ഫിഷ് മസാജ് അവിടെ നിന്ന് കിട്ടും കേട്ടോ. അടിപൊളി ഫീലിംഗ് ആണ് കേട്ടോ. ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം അത്. ചെന്നൈയിലുള്ള സമയത്ത് മോൾസിലൊക്കെ പോകുമ്പോൾ ഫിഷിന്റെ സ്പാ ഉണ്ടാവുമല്ലോ, പൈസ കൊടുത്തിട്ട് ചെയ്യുന്നത്. അതൊക്കെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയാറാ, നാട്ടിലേക്ക് പോകാൻ നമ്മൾ അമ്പലക്കുളത്തിൽ വെറുതെ കാലിൽ വെച്ചു കൊടുത്താൽ മതി, നമുക്ക് ഇത് ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നു. ആ ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് കിക്കിളിയാവും കേട്ടോ. ഈ ഫിഷ് ഇങ്ങനെ കാലിലെടുക്കാൻ വരുമ്പോൾ എനിക്ക് പേടിയുമാണ് അതിന്റെ കൂടെ തന്നെ. അതുകൊണ്ട് ഞാനൊരു 5-6 പ്രാവശ്യം കാലെടുത്തിട്ടാണ് പിന്നെ വെച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അങ്ങനെ നമ്മൾ എല്ലാവരും ക്ഷേത്രക്കുളത്തിൽ കാലൊക്കെ കഴുകിയതിന് ശേഷം ഇതാ ഇനി അമ്പലത്തിലേക്ക് പോവാണ്. അപ്പൊ എന്റെ കൂടെ ആരൊക്കെ ഉള്ളതെന്ന് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അമ്മമ്മയുണ്ട്, മമ്മിയുണ്ട്, എന്റെ 2 ചോട്ടാസും എന്റെ ഹസ്ബൻഡും അനിയനാണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഞാൻ വന്നിട്ടുള്ളത് പെർളശ്ശേരി ക്ഷേത്രത്തിലാട്ടോ. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. അപ്പൊ നമുക്ക് അകത്ത് എഴുതി തൊഴുതിയതിനു ശേഷം എനിക്കറിയുന്ന ഒരു ചെറിയ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വടക്കേ മലബാറിലെ പ്രധാനമായ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മളെ നാട്ടിലെ ഈ പെർളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രം. പെർളശ്ശേരി അമ്പലത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ കെടാവിളക്കും. പഴനിയിലേറ്റ പോലെ തന്നെ പടിഞ്ഞാറോട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ ദർശനവും ഉള്ളത്. അതുപോലെ തന്നെ നാഗാരാധനക്ക് വളരെ പ്രശസ്തിയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കണ്ണൂരിലേക്ക് ഈ പെർളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയുന്ന ഒരു കഥ ഞാൻ പറഞ്ഞുതരാന്ന്. ഈ പെർളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യന്റെ പ്രതിഷ്ഠ നടത്തിയത് ശ്രീരാമനാണ് എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത്. ഞാൻ പറയാൻ പോകുന്നത് എനിക്കറിയുന്ന ഒരു കഥയുടെ പെർസെൻറ്റേജ് ആണ് കേട്ടോ. അതായത് എനിക്കറിയുന്ന ഒരു കഥ ഞാൻ ചുരുക്കിയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ തിരുത്താൻ മറക്കരുത്. കമന്റിൽ ശരിയായിട്ട് പറഞ്ഞു തരണേ. ഒരിക്കൽ സുബ്രഹ്മണ്യ സ്വാമി സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനോട് ചോദിച്ചു, ഓംകാരത്തിന്റെ അർത്ഥം എന്താണെന്ന്. ഓംകാരത്തിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ട് ബ്രഹ്മാവിനെ സുബ്രഹ്മണ്യ സ്വാമി തടവിലാക്കി. മഹാദേവന്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവിനെ മോചിപ്പിച്ചു. എന്നാൽ ബ്രഹ്മാവിനെ തടവിലാക്കിയതിന്റെ പ്രായശ്ചിത്തമായി ഒരു അയ്യപ്പൻ കോവിലിന്റെ പൊട്ടക്കിണറ്റിൽ സർപ്പരൂപത്തിൽ ഏകാന്തവാസം നയിക്കേണ്ടി വന്നു. ബാക്കിയുള്ള കഥ രാമായണത്തിൽ വരുന്നതാണ് കേട്ടോ. എങ്ങനെയെന്നല്ലേ, ശ്രീരാമന്റെ വനവാസ കാലത്ത് സീതാദേവിനെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പോകുന്ന വഴി ശ്രീരാമൻ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള ഈ പെർളശ്ശേരി അമ്പലത്തിന്റെ സ്ഥലത്തേക്കായിരുന്നു വന്നിട്ടുണ്ടായത്. ആ സമയത്ത് ഇവിടെ ധർമ്മശാസ്താവിന്റെ ഒരു അയ്യപ്പൻ കോവില് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയ്യപ്പനെ കണ്ട് തൊഴുതിയതിനു ശേഷവും ശ്രീരാമസ്വാമിക്ക് ഇവിടെ ഒരു സുബ്രഹ്മണ്യന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു.
കൂടെ ഉണ്ടായ ഹനുമാനോട് ശ്രീരാമസ്വാമി പറഞ്ഞു, ഇവിടെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രം ഉടനെ തന്നെ പണിയണമെന്ന്. സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കേണ്ട സുബ്രഹ്മണ്യന്റെ വിഗ്രഹം എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് ഹനുമാനെ ഏൽപ്പിക്കുകയും ചെയ്തു ശ്രീരാമൻ. സമയം കഴിഞ്ഞിട്ടും ഹനുമാൻ വരാത്തത് കൊണ്ട് മുഹൂർത്തം തെറ്റാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമസ്വാമി സ്വന്തം കയ്യിലെ വളയൂരിയിട്ട് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. പ്രതിഷ്ഠ നടത്തിയതിനു ശേഷമാണ് ഹനുമാൻ സ്വാമി വിഗ്രഹം കൊണ്ടുവന്നത്. വിഗ്രഹം കൊണ്ടുവന്നപ്പോൾ തന്നെ പ്രതിഷ്ഠ കഴിഞ്ഞത് കണ്ടപ്പോൾ ഹനുമാൻ സ്വാമിക്ക് വളരെ വിഷമമായി. അപ്പോൾ ഹനുമാൻ സ്വാമിന്റെ വിഷമം കണ്ടിട്ട് ശ്രീരാമൻ സ്വാമി പറഞ്ഞു, ഈ വിഗ്രഹം ഹനുമാൻ സ്വാമി കൊണ്ടുവന്ന വിഗ്രഹവും കൂടി ഈ പെർലശ്ശേരി അമ്പലത്തിന്റെ തൊട്ടടുത്തായിട്ട് ഒരു അമ്പലം പണിഞ്ഞിട്ട് അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ആ അമ്പലത്തിന്റെ പേരാണ് മക്രേരി. ആ അമ്പലത്തിലെ ഫസ്റ്റ് പൂജ, അതായത് ഫസ്റ്റ് ആദ്യം ചെയ്യുന്ന പൂജ ഹനുമാൻ സ്വാമി ചെയ്യുന്നതാണ് കേട്ടോ വിശ്വാസം. അതുകൊണ്ട് തന്നെ പെർലശ്ശേരി ദർശനം നടത്തി കഴിഞ്ഞാൽ മക്രേരി ദർശനം കൂടി കഴിഞ്ഞു കഴിഞ്ഞാലേ ദർശനം കംപ്ലീറ്റ് ആവുള്ളൂ എന്നാണ് വേറൊരു വിശ്വാസം കൂടി. ആദ്യമൊക്കെ ഈ സ്ഥലത്തിന്, അതായത് പെർലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തിനെ പെരുവളശ്ശേരി എന്നാ പറയാറുണ്ടായത്. അതായത് ഭഗവാന്റെ പെരുവള വെച്ച് പ്രതിഷ്ഠ നടത്തിയത് കൊണ്ടാണ് പെരുവളശ്ശേരി എന്നുള്ള പേര് വന്നത്. പിന്നീട് അത് പറഞ്ഞാണ് പെർലശ്ശേരിന്ന് മാറിയത്. ഇതാണ് കേട്ടോ ആ അയ്യപ്പൻകോവില്. ആ അയ്യപ്പൻകോവിൽ ഇപ്പം അയ്യപ്പ ക്ഷേത്രമായിട്ട് പെർലശ്ശേരി അമ്പലത്തിന്റെ തൊട്ടമുറ്റത്ത് തന്നെ ഉണ്ട് കേട്ടോ. എനിക്കറിയുന്ന കഥയും ഞാൻ കേട്ടു വന്ന കഥയോ ആണ് ഞാൻ ഇന്ന് പറഞ്ഞത് കേട്ടോ ഈ വീഡിയോയിൽ. എന്തെങ്കിലും മാറ്റമോ തെറ്റുകുറ്റമോ വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊറുക്കുകയും ചെയ്യണം, ക്ഷമിക്കുകയും ചെയ്യണം എന്നോട്. ഞാൻ പറഞ്ഞ കഥയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് പറഞ്ഞു തരണം. എനിക്കറിയുന്ന ചെറിയൊരു കഥയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ പെർലശ്ശേരി അമ്പലത്തിൻ്റെ ഒരു ഭംഗി ഞാൻ ഈ വീഡിയോയിൽ എന്നെക്കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന വിധത്തിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ. അതുപോലെ തന്നെ പെർലശ്ശേരി അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രധാനമായിട്ടുള്ളൊരു വഴിപാടുണ്ട് കേട്ടോ. അതായത് നാഗത്താന്മാർക്ക് മുട്ട വെച്ച് ആരാധിക്കും. അതായത് രോഗശമനത്തിനും അതായത് പേടി ഭയമൊക്കെ പോകാനൊക്കെ വേണ്ടിയിട്ട് മുട്ട വെച്ച്, കോഴിമുട്ട വെച്ച് ആരാധിക്കുന്ന ഒരു പതിവുണ്ട് പെർലശ്ശേരി അമ്പലത്തിൽ. അതിൻ്റെ കൂടെ തന്നെ നാഗപ്രീതിക്ക് വേണ്ടിയിട്ട് സർപ്പബലിയും നൂറും പാലും എന്നുള്ള ആചാരങ്ങൾ, അതായത് വഴിപാടുകളും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ധനുമാസം 5-ാം തീയതി മുതൽ 12-ാം തീയതി വരെയാണ് കേട്ടോ പെർലശ്ശേരിയിലെ പ്രധാന ഉത്സവം നടക്കുന്നത്. നാഗപൂജക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടി ആയതിനാൽ ആയില്യം നാളിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഭക്തർ വന്ന് തൊഴുതു പോകാറുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് സർപ്പങ്ങൾക്ക് വേണ്ടിയിട്ട് കോഴിമുട്ടയും പാലും നൽകി ആരാധന നടത്തുന്ന സ്ഥലം. പിന്നെ അതുപോലെ തന്നെ പെർലശ്ശേരി അമ്പലത്തിൽ വന്നാൽ അവിടുത്തെ പായസം കഴിപ്പിക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു പായസം തന്നെയാണ് കേട്ടോ അവിടുത്തെ പ്രസാദം. അങ്ങനെ നമ്മൾ എല്ലാവരും ഭഗവാനെ നല്ലതുപോലെ കണ്ട് തൊഴുത് അവിടുന്ന് ഇറങ്ങാം കേട്ടോ. ഇവിടുന്ന് ഇറങ്ങിയ നെക്സ്റ്റ് മക്രേരിയിൽ പോകുന്നതിന് മുമ്പ് ഒരു ക്ഷേത്രത്തിലും കൂടി കയറാറുണ്ട് കേട്ടോ. ഏതാന്നല്ലേ, പെർലശ്ശേരി അമ്പലത്തിന്റെ മുറ്റത്ത് തന്നെയായിട്ട് വലത്തോ ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു ചെറിയ മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ട് കേട്ടോ. അവിടെയും കൂടി കയറിയതിന് ശേഷം മാത്രമാണ് വീട്ടിലേക്ക് പോകാറ് നമ്മൾ. അത് എവിടെയാന്നല്ലേ ഞാൻ ഈ വീഡിയോയിൽ ആ ക്ഷേത്രം കൂടി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം കേട്ടോ. നാട്ടിൽ പോയാൽ മാത്രമല്ല, നാട്ടിലുള്ള സമയത്തും എപ്പോഴും പോകുന്ന ഒരു ക്ഷേത്രമാണ് പെർലശ്ശേരി അമ്പലം. അതും പോകുന്ന സമയം പൊളിച്ചൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ രാവിലെ ആയിരിക്കും. അപ്പോൾ എന്തായാലും പെർലശ്ശേരിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കൃഷ്ണനെയും കൂടി കണ്ടിട്ടാട്ടോ പോകാറ്. പറഞ്ഞത് മാറിയിട്ടൊന്നുമില്ല, മഹാവിഷ്ണു ക്ഷേത്രമാണെങ്കിലും അവിടെ നമ്മൾ ഉണ്ണിക്കണ്ണാന്നാണ് കേട്ടോ വിളിക്കാറ്. അതിന്റെ കാരണം ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പെർലശ്ശേരി അമ്പലത്തിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വലത്തേക്ക് പോകുന്ന വഴിക്ക് ഓം നമോ നാരായണ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വഴി പോയാലാണ് ആ മഹാവിഷ്ണു ക്ഷേത്രം എത്തുന്നത് കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിന്. എന്താണെന്നറിയോ, നിങ്ങൾ രാവിലെ തന്നെ പോകുന്നതാണെങ്കിൽ ഇവിടുന്ന് നല്ല കൃഷ്ണന്റെ പാൽ പായസം കുടിക്കാൻ പറ്റും കേട്ടോ. അതിന് പ്രത്യേകിച്ച് നിങ്ങൾ വഴിപാടൊന്നും കഴിപ്പിക്കേണ്ട ആവശ്യമില്ല, പ്രസാദമായിട്ട് തന്നെ കിട്ടും കേട്ടോ.
അപ്പൊ ഇത് നമ്മൾ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിന്റെ ഒരു ലുക്ക് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇനി എന്തായാലും നെക്സ്റ്റ് ടൈം പെരളശ്ശേരി അമ്പലത്തിൽ വന്നത് ഇവിടെ മഹാവിഷ്ണു ക്ഷേത്രത്തിലും കൂടി കയറാൻ മറന്നു പോകരുതേ. ഈ മഹാവിഷ്ണു ക്ഷേത്രം കുറേ കാലത്തോളം കാട് പിടിച്ചു കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ സ്വർണ്ണപ്രശ്നം നടത്തിയ സമയത്ത് ഇവിടെ ഒരു ദൈവസാന്നിധ്യം ഉണ്ടെന്ന് അറിഞ്ഞതും കാടൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം അവിടുന്ന് മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം കിട്ടുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. കലശത്തോടു കൂടിയുള്ള പ്രതിഷ്ഠയാട്ടോ ഇവിടെ നടത്തിയിട്ടാണ് പൂജകളൊക്കെ തുടങ്ങിയിട്ട് ഇവിടെ ഒരു ക്ഷേത്രം പണിഞ്ഞു വന്നത്. 2006 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 2006 മുതൽ നമ്മൾ എപ്പോഴും പെരളശ്ശേരിയിൽ പോയിട്ടുണ്ടെങ്കിൽ പെരളശ്ശേരിയിൽ പോയി സുബ്രഹ്മണ്യ സ്വാമി ഇന്ന് തൊഴുതിന് ശേഷം താഴെ ഇറങ്ങി വന്ന് മഹാവിഷ്ണുവിനെയും തൊഴുത് പിന്നെ മക്രേരിയിലും കൂടി തൊഴുതിന് ശേഷമാണ് വീട്ടിലേക്ക് പോകാറ്. നമ്മൾ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു കമ്മിറ്റിക്കാർ, ഇന്ന് ഭക്ഷണം ഉണ്ട് കേട്ടോ രാവിലെ തന്നെ, അതായത് ഭഗവാന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, കഴിച്ചിട്ടേ പോകാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിതാ ഊട്ടുപുറയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക കേട്ടോ. എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ലേ, ചെറുപയർ കഞ്ഞിയും പാൽപ്പായസം, അതിൻ്റെ കൂടെ ചെറുപയർ കഞ്ഞീൻ്റെ കൂടെ പയറ് കറിയും ഉണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ഭഗവാന്റെ പ്രസാദം തന്നെയാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും. അങ്ങനെ നന്നായിട്ട് ഭഗവാനെ തൊഴുത് ഭഗവാന്റെ പ്രസാദവും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ മക്കൾ മഞ്ചാടി കണ്ടത് കേട്ടോ. അതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിട്ടില്ല. പ്രദക്ഷിണം വെക്കുന്ന തിരക്കായതുകൊണ്ട് അവർ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു അത് മഞ്ചാടി പൊറുക്കുന്നില്ലേന്ന് ചോദിച്ചിട്ടില്ല. മഞ്ചാടിയിൽ കളി തുടങ്ങി. മറ്റ് മഞ്ചാടി കണ്ടുകഴിഞ്ഞാൽ തൊഴുന്നതിന് മുമ്പേ തന്നെ ആദ്യം ഇവർ മഞ്ചാടിയിൽ കളിക്കാനായിട്ടോ നിൽക്കാറ്. ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, കാണാനായിട്ടാ തോന്നും ലാസ്റ്റാ കണ്ടത്. അതുകൊണ്ട് ലാസ്റ്റ് ആയിരുന്നു ഇവർ മഞ്ചാടിയിൽ കളിക്കുന്നുണ്ടായത്. കുട്ടികൾ മാത്രമല്ല, നമ്മളെ മണവാള ചെക്കനും കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മൾ വിഷ്ണുവിന്റെ കല്യാണത്തിന് മുമ്പ് എടുത്ത വീഡിയോ കേട്ടോ. കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ്. അങ്ങനെ ഭഗവാനെ തൊഴുതിട്ട് നമ്മളിത് ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ക്ഷേത്ര ദർശനം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയുക. ഏതെങ്കിലും ഐതിഹ്യങ്ങളിൽ തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, എനിക്കറിയുന്ന കഥകളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് ഈ വീഡിയോയിൽ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നെന്നുള്ളത് കമന്റിൽ പറയണേ. അങ്ങനെ അമ്പലത്തിൽ ഇറങ്ങിയിട്ട് നമ്മൾ പെരളശ്ശേരിന്റെ മുമ്പിലുള്ള ചന്തയിൽ കയറിയിട്ട് ഷോപ്പിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാ, ടോയ്സ് ഒക്കെ വാങ്ങണ്ടേ നമ്മൾ. ആ ടോയ്സ് ഒക്കെ വാങ്ങുന്നത് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.